നമസ്കാരം. 2015 വിടവാങ്ങുന്നു. എല്ലാവരും പോയ കാലത്തെ തിരിഞ്ഞു നോക്കുകയാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു രാഷ്ട്രീയത്തിലെ രസക്കാഴ്ചകൾ? പോയ വർഷത്തെ ചിരിയുടെ വിളവെടുപ്പായ കേരള സർക്കസിലേക്ക് സ്വാഗതം. ദേശീയ ഗെയിംസ് കോലാഹലത്തോടെയാണ് 2015 പിറന്നത്. ഉദ്ഘാടന ചടങ്ങും റൺ കേരള റണ്ണും മോഹൻലാൽ നേതൃത്വം നൽകിയ ലാലിസവും എല്ലാം എരിവ് പകർന്നെങ്കിലും ദേശീയ ഗെയിംസ് മികവോടെ നടന്നു. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേജിലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ജനസമൂഹത്തിന് മുമ്പിൽ ശ്രീ മോഹൻലാൽ സമർപ്പിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ഒരു കലാവിരുന്നായിരിക്കും 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശ്രീ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കലാവിരുന്ന്. എന്തായാലും എല്ലാവർക്കും നാളെ വൈകിട്ട് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുപോ നീ കവിളിണ തഴുകിയോ നീ. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛനറിഞ്ഞില്ല. ലൈവായിട്ടുള്ള ഷോ ആണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ശബ്ദം കംപ്ലീറ്റ് പ്രീ റെക്കോർഡ് ചെയ്തിട്ട് വലിയ വലിയ ഗായകന്മാരെ വരയ്ക്കും കൊണ്ടുവന്ന് ചുണ്ടനക്കിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. വിവരം ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലുമായിരുന്നില്ലേ? മോഹൻലാലിനെ പോലെ കേരളത്തിന്റെ പ്രിയങ്കരനായ ഒരു കലാകാരൻ ഈയൊരു ഊളത്തരത്തിന് കൂട്ടു നിൽക്കാവോ? തിയേറ്ററിൽ കൂവി തോപ്പിക്കുന്ന ഏർപ്പാട് അതുപോലുള്ള സംഭവം ഉണ്ടോ? അദ്ദേഹത്തെ വേട്ടയാണെന്ന് അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. दिल से दिल जुड़े हर तन से तन लगे बोलो जोर से जय मेरा इंडिया सुन लो गीत तुमसे भी लेंगे. മൈക്ക് താഴെ ഇറാ. VS പിണറായി ഏറ്റുമുട്ടലും സമ്മേളന വേദിയിൽ നിന്ന് VSന്റെ ഇറങ്ങിപ്പോക്കും CPM സമ്മേളനത്തിന്റെ ശോഭ കെടുത്തി. തുടർച്ചയായ അച്ചടക്ക ലംഘനം ഉറപ്പിക്കാനാവാത്ത സാഹചര്യത്തിലാണ് VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയത്. അതെല്ലാം തന്നെ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. SNC ലാവ്ലിൻ കാര്യത്തിൽ സഖാവ് പിണറായി വിജയനെതിരെ പഴയ ആരോപണം സഖാവ് VS ഉന്നയിച്ചിട്ടുണ്ട്. PBയും CCയും ഈ പ്രശ്നം ആഴത്തിൽ പരിശോധിക്കുകയും പിണറായി വിജയന് നേരെയുള്ള ഈ ആരോപണങ്ങൾ കഴമ്പുള്ളതല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം തന്നെ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. അതും നമ്മൾ ഓർക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയേ ഓർത്താൽ നല്ലത്. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട.
സെന്റിമെന്റ്. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധി. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധി. ഈറന്നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ, മറുമൊഴി മിണ്ടിയില്ലേ. പാർട്ടിയിൽ നേതൃത്വം മാറി സംസ്ഥാനത്തും കേന്ദ്രത്തിലും. ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്. UDF-ലെ കരുത്തനായ മാണിസാറിന് ബാർക്കോഴ ശനിയുടെ അപഹാരത്തിന് ഇവിടെ തുടക്കം. മാണിക്കു കോടികൾ നൽകാൻ പലവട്ടം വസതികൾ ചുറ്റി നടന്നവരെ നീട്ടിയില്ലേ, കോഴ വാങ്ങിയില്ലേ, പിന്നെ ബാറുകൾ ഒന്നൊന്നായി പൂട്ടിയില്ലേ, എല്ലാം നടന്നതല്ലേ. ഞാൻ ഒരെണ്ണം വിട്ടു, അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ബാക്കി അടുത്തത് പുറത്തേക്ക് വിടാം. നല്ല കാര്യം, ഉള്ള തെളിവുകളൊക്കെ ഹാജരാക്കട്ടെ, നമുക്കറിയാം. ബിജു രമേശും കള്ളുഷാപ്പുകാരും കച്ചവടക്കാരനും അതുപോലെ വൃത്തികെട്ടവന്മാർ ഉദ്ദേശിക്കുന്ന കേരള കോൺഗ്രസിനെ വളർത്താമെന്ന് ആഗ്രഹിച്ചു ഒരുത്തരും ഒരു ചോദ്യം ചോദിക്കണം, നടക്കുകയില്ല. മാണിസാറിനെ ആദ്യം പിന്തുണച്ച PC ജോർജിന്റെ നിലപാട് മാറ്റം. പാളയത്തിൽ പട. കോഴ കോഴ കോഴ, എന്ത് കോഴ, ആര് കോഴ വാങ്ങി? കേരള കോൺഗ്രസ് പാർട്ടി നടുക്കടലിലാണ്. കേരള കോൺഗ്രസ് നടക്കടലിലോ നടുക്കായലിലോ അല്ല, കേരള കോൺഗ്രസ് ആകാശത്തുമല്ല, ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തനം നടത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും പാർട്ടിയുടെ അഭിപ്രായം അനുസരിച്ചാണ് ചെയ്യുന്നത്. വലിയ നഷ്ടമുണ്ടാവും, സംശയം വേണ്ട. ബാർക്കോഴ ആരോപണം UDF-ലും ഇളക്കമുണ്ടാക്കി. കയ്യാലപ്പുറത്തെ ബാലകൃഷ്ണപിള്ളയും ഗണേഷും ഇടതുവേദിയിലേക്ക്. പഴയതെല്ലാം മറന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇടതിന് പിന്തുണ. ഇപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ബാലകൃഷ്ണപിള്ളയോ ജോർജോ ആരൊക്കെയാണോ അതിനെ ശരി തന്നെയാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് എന്ത് വേണമെന്നുള്ളത് ആലോചിക്കും. അല്ല, അതിപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആണുങ്ങളെല്ലാം ഒന്നും ചെയ്യിക്കല്ലേ, എനിക്കിപ്പോൾ സംശയം. VS എന്ന് പറയുന്ന ദുഷ്ടന് ഈ ബാലകൃഷ്ണപിള്ളെന്ന് പറഞ്ഞാൽ കരിങ്കള്ളനായിട്ട് ശിക്ഷിക്കപ്പെട്ടയാളല്ലേ. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തെന്ന് പറയും. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുത്വവും ശത്രുതയും ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങളേ ഉള്ളൂ. ഉണരൂ സഹാക്കളെ. ശ്രീ KB ഗണേഷ് കുമാർ. ഗണേശ ശരണം ശരണം ഗണേശ ശരണം ഗണേശ. ഇത്തരം അഴുക്കുകളെയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഗണേശ ബജറ്റ് ദിനം നിയമസഭ ചന്തയായെന്ന് പറഞ്ഞാൽ ഗ്രാമചന്തകൾക്ക് ചീത്തപ്പേരാകും. കാരണം ചന്തയ്ക്ക് ചില മര്യാദകളുണ്ട്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. എന്റെ ശിവനെ,
13ാമത്തെയും ബഡ്ജറ്റാണ് മഹനീയമായി സഭയ്ക്ക് മുമ്പാകെ ഞാൻ വിനാദം നാദം നാദം വിനാദം നാദം നാദം പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം അഹം ബ്രഹ്മാസ്മി. എന്റെ ശിവനെ, 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിട്ടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കന്നെ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ഇനി ന്യൂസ് റൂമിലെ ചിരി ഇടവേളയ്ക്ക് ശേഷം. ബുള്ളറ്റിൽ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.